ആകാശത്തിലെ അപ്രതീക്ഷിത മടക്കം. വർഷങ്ങൾക്ക് മുൻപ് അമിതമായ ദേഷ്യവും തെറ്റിദ്ധാരണകളും കാരണം ഇസ്ഹാക്ക് തന്റെ ഭാര്യ ഫാത്തിമയെ തലാക്ക് ചൊല്ലി വേർപിരിഞ്ഞിരുന്നു. അന്നത്തെ ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് പലതവണ അവൻ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിലും അഹങ്കാരം കൊണ്ട് അവളെ അന്വേഷിക്കാനോ മാപ്പ് പറയാനോ അവൻ തയ്യാറായിരുന്നില്ല. കാലം കടന്നുപോയി. ഇസ്ഹാക്ക് വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. 10 വർഷത്തിനു ശേഷം ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇസ്ഹാക്ക്. വിമാനത്തിൽ സീറ്റിലിരുന്ന് അവൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, റബ്ബേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ. വിമാനം പറന്നുയർന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ യാത്രക്കാർക്ക് സഹായങ്ങൾ നൽകാനായി എയർ ഹോസ്റ്റസുമാർ എത്തി. കോഫി ചോദിക്കാൻ തലയുയർത്തിയ ഇസ്ഹാക്ക് ഞെട്ടിപ്പോയി. അവന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, 10 വർഷം മുൻപ് താൻ ഉപേക്ഷിച്ച ഫാത്തിമയായിരുന്നു. തട്ടമിട്ട മുഖത്ത് വല്ലാത്തൊരു പ്രശാന്തത ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ തിളക്കം മാത്രം. അവൾ ഇസ്ഹാക്കിനെ തിരിച്ചറിഞ്ഞുവെങ്കിലും പതറിയില്ല. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. ഇസ്ഹാക്ക് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു, ഫാത്തിമ, നീയാണോ? അവൾ വളരെ ശാന്തമായി മറുപടി നൽകി, അതെ, അല്ലാഹുവിന്റെ വിധി ഇതാണ്. നിങ്ങൾ ഇവിടെയുമെത്തി. അവൾ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിമാനം റിയാദിൽ എത്തിയപ്പോൾ യാത്രക്കാർ കുറഞ്ഞ സമയത്ത് ഇസ്ഹാക്ക് അവളെ സമീപിച്ചു. അവന്റെ കണ്ണുകളിൽ നീർമുത്തുകൾ ഉണ്ടായിരുന്നു. ഫാത്തിമ, അന്ന് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ദേഷ്യം കൊണ്ട് ഞാൻ നിനക്ക് നൽകിയ വേദനയ്ക്ക് മാപ്പ് ചോദിക്കാൻ എനിക്ക് വാക്കുകളില്ല. നീ ഇന്ന് ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു. ഫാത്തിമ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ഹാക്ക്, ആ തലാക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അന്ന് ഞാൻ തകർന്നു പോയപ്പോൾ അല്ലാഹുവിലേക്കായിരുന്നു എന്റെ ഓട്ടം. പ്രാർത്ഥനകൾ മാത്രമായിരുന്നു എന്റെ കൂട്ട്. ഇന്ന് എനിക്കുള്ള ഈ ജോലിയും ജീവിതവും അല്ലാഹു എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കൂ, അല്ലാഹു പൊറുക്കുന്നവനാണ്. ഇസ്ഹാക്ക് വിതുമ്പിപ്പോയി. അവൻ ചോദിച്ചു, നമ്മുടെ മകൾ എവിടെ? ഫാത്തിമ ഒരു ചെറിയ ഡയറിയിൽ ഒരു നമ്പർ എഴുതി അവൻ നൽകി. അവൾ വലുതായിരിക്കുന്നു. അവൾക്ക് ഇസ്ലാമികമായ അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ അവളുമായി സംസാരിക്കൂ. പക്ഷേ ഓർക്കുക, പഴയത് മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു പുതിയ തുടക്കം നമുക്ക് സാധ്യമാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇസ്ഹാക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ആകാശത്തിന് താഴെ അല്ലാഹുവിന്റെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് അവൻ പുതിയൊരു മനുഷ്യനായി നടന്നു. ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കിവെച്ച് താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ പുതിയൊരു ലക്ഷ്യം ലഭിച്ചിരുന്നു. ആ ഹജ്ജ് യാത്ര അവന് വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് അവന്റെ ആത്മാവിന്റെ ഒരു മടക്കയാത്ര കൂടിയായിരുന്നു. മദീനയിലെ മണ്ണിൽ കാലുകുത്തിയപ്പോഴും ഇസ്ഹാക്കിന്റെ മനസ്സിൽ ആ വിമാനയാത്രയായിരുന്നു. ഫാത്തിമ നൽകിയ നമ്പറിലേക്ക് അവൻ വിറയ്ക്കുന്ന കൈകളോടെ ഡയൽ ചെയ്തു. അപ്പുറത്തു നിന്ന് ഒരു മധുരമായ ശബ്ദം കേട്ടു. തന്റെ മകൾ സൈനബയുടെ ശബ്ദം. 10 വർഷങ്ങൾക്ക് മുൻപ് പിരിയുമ്പോൾ കുഞ്ഞായിരുന്നവൾ ഇന്ന് ഒരു ഡോക്ടറാവാനുള്ള പഠനത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇസ്ഹാക്കിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബാപ്പാ എന്ന ആ വിളി കേട്ടപ്പോൾ ഇസ്ഹാക്കിന്റെ എല്ലാ അഹങ്കാരവും അലിഞ്ഞുപോയി. ഫാത്തിമ അവളെ വളർത്തിയെടുത്ത രീതി, അവൾക്ക് നൽകിയ നല്ല ഇസ്ലാമിക വിദ്യാഭ്യാസം, ഇവയെല്ലാം ഓർത്ത് ഇസ്ഹാക്ക് ഫാത്തിമയോട് കടപ്പെട്ടിരുന്നു. വൈകുന്നേരം മസ്ജിദുന്നബവിയിലെത്തിയ ഇസ്ഹാക്ക് റൗളയുടെ മുന്നിൽ നിന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് അവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവന്റെ ഫോണിലേക്ക് ഫാത്തിമയുടെ ഒരു സന്ദേശം വന്നു. ഇസ്ഹാക്ക്, അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇന്ന് ഒരു പുതിയ മനുഷ്യനാണ്. നമ്മൾക്കിനി ഒന്നിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മകൾക്ക് നല്ലൊരു പിതാവായി നിങ്ങൾ കൂടെയുണ്ടാകണം. അതാണ് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ പുണ്യം. ആ സന്ദേശം വായിച്ചപ്പോൾ ഇസ്ഹാക്കിന്റെ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നി. അയാൾ തീരുമാനിച്ചു, ഇനി ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിലും മകളുടെ നന്മയ്ക്കായും ചെലവഴിക്കുമെന്ന്. ഹജ്ജിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ അയാൾ പഴയ ഇസ്ഹാക്ക് ആയിരുന്നില്ല. ദേഷ്യവും അഹങ്കാരവും വെടിഞ്ഞ് ക്ഷമയും വിട്ടുവീഴ്ചയും പഠിച്ച ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി. അന്ന് ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയ ആ നിമിഷം തകർന്ന കുടുംബത്തിന്റെ പുനർജീവനത്തിന് അല്ലാഹു ഒരുക്കിയ ഒരു നിമിത്തമായിരുന്നു എന്ന് ഇസ്ഹാക്ക് തിരിച്ചറിഞ്ഞു. ചില പിരിയലുകൾ പുതിയൊരു ഉണർവിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. വിമാനയാത്രയിലെ ആ അപ്രതീക്ഷിത കണ്ടുമുട്ടൽ ഇസ്ഹാക്കിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു.
മദീനയിലെ ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്ഹാക്ക് നാട്ടിലേക്ക് മടങ്ങി. ഫാത്തിമ നൽകിയ നമ്പറിൽ അവൻ നിരന്തരം മകളുമായി സംസാരിച്ചു. താൻ ചെയ്ത തെറ്റുകൾക്ക് അവളോട് മാപ്പ് പറഞ്ഞു. പിതാവിനെക്കുറിച്ചുള്ള കൈപേറിയ ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പക്വതയുള്ള സൈനബ് അവനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. മകളുടെ തിരിച്ചുവരവ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം സൈനബയുടെ ബിരുദദാന ചടങ്ങ് നടക്കാനിരിക്കുകയായിരുന്നു. അതിൽ പങ്കെടുക്കാൻ ഇസ്ഹാക്ക് നാട്ടിലെത്തി. ഹാളിലേക്ക് കയറുമ്പോൾ സ്റ്റേജിൽ തന്റെ മകൾ സൈനബ പുഞ്ചിരിയോടെ നിൽക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖത്ത് ഫാത്തിമയുടെ അതേ ശാന്തത. ചടങ്ങിന് ശേഷം അവളെ കണ്ടുമുട്ടിയപ്പോൾ അടുത്തുതന്നെ ഫാത്തിമയുമുണ്ടായിരുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ 3 പേരും ഒന്നിച്ചുനിന്നു. പുതിയൊരു തുടക്കം. ഫാത്തിമയോട് ഇസ്ഹാക്ക് വീണ്ടും സംസാരിച്ചു. പഴയ ദേഷ്യമല്ല, പശ്ചാത്താപം നിറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ നാവിൽ. ഫാത്തിമ, അന്ന് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ഈ 10 വർഷം ഞാൻ ഒരു യന്ത്രത്തെപ്പോലെ ജീവിച്ചു, എനിക്ക് എന്റെ കുടുംബത്തെ നഷ്ടമായിരുന്നു. ഫാത്തിമ മറുപടി നൽകി, ഇസ്ഹാക്ക്, മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനാണ് അല്ലാഹു നമുക്ക് സമയം നൽകുന്നത്. നമുക്ക് പഴയതുപോലെ ഒന്നിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ മകൾക്ക് വേണ്ടി നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കാം. ഒന്നിച്ചുള്ള പ്രാർത്ഥന. ആ ദിവസം വൈകുന്നേരം അവർ 3 പേരും കൂടി പള്ളിയിൽ പോയി. നമസ്കാരത്തിന് ശേഷം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇസ്ഹാക്ക് തന്റെ മകൾക്ക് സ്വർണമാല സമ്മാനമായി നൽകി. അവൻ മകളോട് പറഞ്ഞു, നിന്റെ ഉമ്മയാണ് നിന്നെ ഇത്രയും നല്ലവളായി വളർത്തിയത്. ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പിരിഞ്ഞുപോയ ഒരു കുടുംബം വീണ്ടും സ്നേഹത്തിന്റെ പാതയിൽ ഒത്തുചേർന്നു. ഇസ്ഹാക്ക് തന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം മകൾക്കും ഫാത്തിമയുടെ ക്ഷേമത്തിനും വേണ്ടി മാറ്റിവെച്ചു. അന്ന് ആ വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് വെറുമൊരു യാദൃശ്ചികതയല്ലായിരുന്നു, മറിച്ച് തകർന്നുപോയ ഒരു വീടിന്റെ അടിത്തറ അല്ലാഹു തന്നെ വീണ്ടും പണിതുയർത്തുകയായിരുന്നു. പകയും വെറുപ്പും നീങ്ങി, അവിടെ സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. ഇസ്ഹാക്ക് ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ ജീവിതത്തിലൂടെ അവൻ പഠിച്ചെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാഷാ അല്ലാഹ്.